മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന 25ാമത് ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റും 19ാമത് ബാസ്കറ്റ്ബോൾ ഇന്റർ സ്കൂൾ ടൂർണമെന്റും സെപ്റ്റംബർ 12 മുതൽ 15 വരെ സ്കൂൾ മൈതാനത്ത് നടക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI അറിയിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റിൽ ഓൾ ഇന്ത്യ തലത്തിൽ 25 ടീമുകളും സൗത്ത് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ 15 ടീമുകളുമാണ് പങ്കെടുക്കുന്നത്. 600-ൽ പരം കായിക താരങ്ങളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തുക. സെപ്റ്റംബർ 12-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തോടെ ടൂർണമെന്റിന് തുടക്കം കുറിക്കും. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ജോ പോൾ അഞ്ചേരി വിശിഷ്ടാതിഥിയായിരിക്കും. കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KE ട്രോഫി വോളിബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ച അന്നത്തെ പ്രിൻസിപ്പൽ ഫാദർ മാത്യു അറേക്കളം CMI, മുൻ പ്രിൻസിപ്പൽ ഫാദർ ഫിലിപ്പ് പഴയകരി CMI, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോസമ്മ സോണി, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി ജോസഫ്, സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, വൈസ് പ്രസിഡന്റ് ഇന്ദു P. നായർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരാകുന്ന സമ്മേളനത്തിൽ കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറും. തൃശൂർ പേരമംഗലം SDVHSS-ഉം കോഴിക്കോട് മുക്കം KSS-ഉം തമ്മിലായിരിക്കും ഉദ്ഘാടന മത്സരം. ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങൾ 14-ാം തീയതി വൈകുന്നേരം 6 മണി മുതൽ നടക്കും. ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് വിജയികൾക്ക് വൈകുന്നേരം 9 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ KE റെസിഡൻസ് പ്രീഫെക്ട് ഫാദർ ഷൈജു സേവ്യർ CMI ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിക്കും. സെപ്റ്റംബർ 15-ാം തീയതി വൈകുന്നേരം മാന്നാനം ആശ്രമാധിപൻ റവറന്റ് ഡോക്ടർ കുര്യൻ ചാലങ്ങാടി CMI-യുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാജ്യാന്തര വോളിബോൾ താരം അബ്ദുൾ റസാഖ് വിശിഷ്ടാതിഥിയായിരിക്കും. കായിക കേരളത്തിന് അഭിമാനകരമായ നിരവധി താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കണ്ടെത്തുന്നതിനും അവസരമൊരുക്കുന്ന ഈ ടൂർണമെന്റിൽ വിജയികളാകുന്നവർക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും അതോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ഭക്ഷണം, താമസം, യാത്രാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം KE സ്കൂൾ സ്പോൺസർ ചെയ്യുന്നതാണ്. ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിനായി കായികാധ്യാപകരായ തോമസ് KJ, സന്തോഷ് ജോസ്, ഗ്രേസി മാത്യു, അനസ് ജലീൽ, ജോ ബിജോയ്, മെലൻ NV, സച്ചിൻ S. നാഥ്, ദീപക് ചന്ദ്രൻ, അൽഫോൻസ തോമസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫാദർ ജെയിംസ് മുല്ലശ്ശേരി CMI പറഞ്ഞു. നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് നമ്മുടെ KE ട്രോഫി ടൂർണമെൻറ്റുകളെ പറ്റി സംസാരിക്കാനായിട്ടാണ്. KE ട്രോഫി നമ്മൾ വോളിബോളും ബാസ്കറ്റ്ബോളും ടൂർണമെൻറ്റുകളാണ് നടത്തുന്നത്. രണ്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള മത്സരങ്ങളായിട്ട് നടത്തുന്നു. നമ്മുടെ വോളിബോൾ ടൂർണമെൻറ്റ് ഈ വർഷം 25ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 25ാമത് വോളിബോൾ ടൂർണമെൻറ്റാണ് നമ്മളിപ്പം ഈ 12-ാം തീയതി ആരംഭിച്ച് 15-ാം തീയതി അവസാനിക്കുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാസ്കറ്റ്ബോൾ 19ാമത്തെ വർഷമാണ്. ഈ 2 ടൂർണമെൻറ്റുകൾ ഒരേ സമയത്ത് നമ്മുടെ 2 ഗ്രൗണ്ടിലായിട്ട് നടക്കുകയാണ്. മിക്കവാറും കളികളെല്ലാം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെയും വൈകുന്നേരമായിട്ടാണ്. പകൽ സമയങ്ങളിലധികം നമ്മൾ കളികൾ വെച്ചിട്ടില്ല. രാവിലെ ഒരു 7 മണിയോടുകൂടിയൊക്കെ ആരംഭിച്ച് ഒരു 10 മണിക്ക് മുമ്പായിട്ട് തീർത്ത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4:30 മുതൽ രാത്രി ഒരു 10:11 വരെ ഉള്ള സമയത്ത് തീരുമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ടീമുകൾ 25 ടീമുകൾ വോളിബോളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബാസ്കറ്റ്ബോളിൽ നിന്ന് 15 ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു 40 ടീമുകളാണ് നമ്മുടെ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുന്നത്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.